അമേരിക്കക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് അറേബ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെയുള്ള ചില വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു രഹസ്യമായിരിക്കുന്ന ഒരു അജണ്ടയോ അതല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാനമോ ആയിട്ടാണ് ഏകോപനമുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ചില അറേബ്യൻ മീഡിയകളിൽ മാത്രമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സാധ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷം, അതായത് നീണ്ട കാലഘട്ടം അറേബ്യൻ രാജ്യങ്ങളുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഈ സംഘർഷാവസ്ഥ വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കും. അത് സാമ്പത്തിക രംഗത്തുണ്ടാവും, സാമൂഹ്യ രംഗത്തുണ്ടാവും, പിന്നീട് രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടോ എല്ലാം ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ചിലത് അംഗീകരിക്കാം എന്നുള്ളതാണ്. അതിലൊന്നാണ് ഡോളർ വിനിമയം. പെട്രോളിയം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വിനിമയ സംവിധാനങ്ങൾ ഡോളറിലാണ് ഇത്രയും കാലം നടത്തി വന്നത്. അത് യൂറോയിലൊക്കെ ചില സമയത്തൊക്കെ മാറാറുണ്ട് എന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. ഡോളറിനെ വിനിമയം ചെയ്തിട്ടോ അല്ലെ ഡോളറുമായിട്ട് താരതമ്യം ചെയ്തിട്ടോ ആണ് പെട്രോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വിനിമയ കാര്യങ്ങളും അതിൻ്റെ മൂല്യങ്ങളും കണക്കാക്കുന്നത്. അതിൽ നിന്ന് മാറ്റങ്ങൾ വേണം. അതായത് വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പെട്രോളിയം വിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന പ്രവർത്തി നിർത്തിയിട്ട് ഒന്നുകിൽ സ്വന്തം കറൻസിയിൽ അതല്ലെങ്കിൽ ചൈനീസ് കറൻസിയിൽ ആ രീതിയിലേക്ക് മാറ്റണം എന്നുള്ളിടത്തേക്ക് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തത് പറയുന്നത് ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വല്ലാതൊന്നും പ്രൊഡക്റ്റുകൾ കയറ്റി കൊണ്ടുപോകുന്നില്ല. കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉള്ളൂ. പെട്രോൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ആവശ്യ വസ്തുക്കളെല്ലാം, അത് ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും ഇനി വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടുതലും ഇറക്കുമതിയാണ്. മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സംവിധാനമാണ് നിലവിൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. അതിൽ ഒരു പ്രശ്നം പറയുന്നത് ഇതിന് മുൻപേ ഉണ്ടായിരുന്ന വിഷയമാണ്. ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ തന്നെ അറേബ്യൻ വിപണിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്, വിൽക്കപ്പെടുന്നു. അതിന് അവരുപയോഗിക്കുന്നത് വളരെ തന്ത്രപരമായിരിക്കുന്ന രീതിയിലാണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കാര്യം. ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ അറേബ്യൻ വിപണിയിൽ വല്ലാതൊന്നും വിറ്റുപോയില്ല എന്നല്ല, തീരെ വിറ്റുപോയില്ല. അതിന് അവരെന്ത് ചെയ്യും? നിർമ്മാണ പ്രവൃത്തി അവരാണ് നടത്തുന്നതെങ്കിലും മേഡിയൻ അമേരിക്കയുടെ പേര് ഇത് USA മീഡിയം വെക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ അത് അമേരിക്കയുടെ മീഡിയം വെച്ചിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യധാന്യങ്ങളായിട്ട് പോലും ചീസ് ജാറ് പോലെയുള്ള സാധനങ്ങൾ പോലും വിൽപ്പന നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് വിഷയമല്ല. അത് നല്ലൊരു ശതമാനം ഇസ്രായേലിൻ്റെതാണ്. ഇസ്രായേലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ അമേരിക്കയുടെ മേഡ് വെച്ചിട്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുമായിട്ട് സൗഹൃദമുള്ള മറ്റ് രാജ്യത്തിൻ്റെ മേഡ് വെച്ചിട്ട് വിൽപ്പന നടത്തുന്നു. ഇതിന് കർക്കശമായ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇതേക്കുറിച്ച് അന്വേഷിച്ച് ക്ലിയറാക്കുകയും മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയും അത്തരം ഭക്ഷ്യധാന്യം പോലെയുള്ള വസ്തുക്കൾ സ്വയം പര്യാപ്തത നേടിയിട്ട് രാജ്യത്ത് തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുകയോ അതല്ലെങ്കിൽ തങ്ങളുമായി നേരിട്ട് സൗഹൃദത്തിലുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്, തുർക്കി പോലെയുള്ള സിറിയയിൽ ഇപ്പോൾ ഇറക്കുമതി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ലെബനാനിൽ ഉണ്ട്, ഒരു പരിധി വരെ ലെബനാനിലൊക്കെ ഉണ്ട്, അത്തരം മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്നുണ്ട്, അത്തരം രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം. പിന്നെ രണ്ടാമത്തേത് ചൈനക്കും റഷ്യക്കും സൈനിക ബേസ് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിനു മുൻപ് തന്നെ ചർച്ചയിൽ വന്നതാണ്. അത് ഒമാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചൈനക്ക് സൈനിക ബേസ് ഉണ്ടാക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ അത്തരം പ്രവർത്തനത്തിൽ മറ്റുള്ള രാജ്യങ്ങളും ഉൾക്കൊള്ളുകയും അതിന് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കണം. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരുന്നത് അമേരിക്കയുടെ സൈനിക ബേസും അതോടൊപ്പം തന്നെ ചൈനയുടെ ബേസും ഒരേ രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകും എന്നതിനാൽ അമേരിക്കയുടെ സൈനിക ബേസ് ഘട്ടം ഘട്ടമായ രീതിയിൽ ഒഴിവാക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തിലേക്ക് ഏർപ്പെടുക. അതൊരു യുദ്ധം മൂലമല്ല അല്ലെങ്കിൽ പ്രശ്നം മൂലമല്ല, അതല്ലാത്ത രീതി തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന വിഷയങ്ങളും ഭാവിയിൽ തങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നിങ്ങളിവിടെ തുടരുന്നത് പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ വീണ്ടും ആക്രമിക്കും, ഇറാൻ വീണ്ടും വിഷയം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനെ ഒതുക്കാനോ പ്രതിരോധിക്കാനോ അത് ഇല്ലാതാക്കാനോ ഒരിക്കലും അമേരിക്കക്ക് സാധിക്കാത്തത് പിന്നെ ലോകത്ത് ഒരു രാജ്യത്തും സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ബല പരീക്ഷണത്തിന് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാടുകൾ.
അടുത്തത് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അബ്രഹാം കരാർ പൂർണ്ണമായി റദ്ദാക്കുക എന്നുള്ളതാണ്. അതിൽ ചില തിരുത്തലുകൾക്ക് വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ട് അത് തിരുത്താൻ തയ്യാറാണ് എന്ന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിമർശനമുള്ള എതിർപ്പുള്ള രൂപമല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും നമുക്കത് തിരുത്തൽ ചെയ്തിട്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. അതായത് ഒരു പിതാവിൻ്റെ മക്കൾ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, ഇത് ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അബ്രഹാം കരാർ, അബ്രാം അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ സംവിധാനത്തിൽ ആദ്യ ഘട്ടത്തിലൊന്നും യോജിപ്പില്ലെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങൾ, ഏറ്റവും അവസാനം സൗദി അറേബ്യയാണ് കരാർ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടതിനെ സംബന്ധിച്ച് തന്നെ വലിയ വിമർശനമൊക്കെ ഉണ്ടായ സമയത്ത് അതിന് സൗദി പറഞ്ഞിരിക്കുന്ന മറുപടി, നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചതാണ്, അത് അമേരിക്കയുടെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് തങ്ങൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതികൾ വന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിച്ചു, ഇസ്രായേലിൻ്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി സൗദി അറേബ്യയിൽ ഇറങ്ങുന്നതും ആദ്യമായിട്ടാണ്. അന്താരാഷ്ട്ര മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോക രാജ്യങ്ങൾ വരുന്നത് പോലെ തന്നെ ഇസ്രായേലിൻ്റെ രാജ്യം വന്നിട്ടുണ്ട്, പ്രത്യേക ക്ഷണം നൽകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ കരാറിൻ്റെ തുടർച്ചയായിരുന്നു അത് എന്നുള്ളത് കൃത്യമാണ്. അടുത്ത വിഷയം പറയുന്നത് നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. നിക്ഷേപം ഒഴിവാക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ഗൾഫ് രാജ്യത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യേന എന്നോണം കാണുന്നതാണ്, ബാങ്കിങ് സംവിധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചേർത്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളുള്ളത്. ഉദാഹരണത്തിന് സൗദി അമേരിക്കൻ ബാങ്ക്, സൗദി ബ്രിട്ടീഷ് ബാങ്ക്, സൗദി ഹോളണ്ടി ബാങ്ക്, സൗദി ഫ്രാൻസി ബാങ്ക്, അങ്ങനെ തന്നെ സൗദി ഈ അമേരിക്കൻ UAE ബാങ്ക്, അമേരിക്കൻ ബഹ്റൈൻ ബാങ്ക്, ബ്രിട്ടൻ ബഹ്റൈൻ ബാങ്ക്, ഇങ്ങനെ 2 രാജ്യങ്ങളിലുള്ള ബാങ്ക് സംവിധാനം സംയുക്തമായി ലിങ്ക് ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഖത്തറിലുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഖത്തറിൽ അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറും അമേരിക്കയും തമ്മിൽ ലിങ്ക് ചേർത്ത ഒരു ബാങ്ക് സംവിധാനത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇതേ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് ലിങ്ക്. അപ്പോൾ കറൻസിയുടെ മൂല്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ചേഞ്ച് ആക്കി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ഒരാളിപ്പോൾ ഈ റഷ്യയിലേക്ക് പോകുന്നു, അപ്പോൾ റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ ലിങ്ക് ചേർത്ത ഒരു ബാങ്ക് സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 1,00,000 റിയാൽ അല്ലെങ്കിൽ 1,00,000 റിയാൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിരിക്കുന്ന കറൻസി റഷ്യയിൽ പോയാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിലുള്ള സംവിധാനം. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് യൂറോപ്യന്മാരാണ്. അപ്പോൾ വലിയ വൻ തോതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എല്ലാവരും വിദേശ രാജ്യത്തേക്ക് കിടന്നുള്ളൊന്നില്ല. അപ്പോൾ ഈ പണം വെച്ചുകൊണ്ട് പുതിയ ബിസിനസ് സംവിധാനം ഉണ്ടാക്കും. ഒരു പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾ ഇൻട്രസ്റ്റ് വാങ്ങൂല. ഈ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിൽ ഇൻട്രസ്റ്റ് വലിയ രീതിയിലുണ്ടാവും. അപ്പോൾ 1,00,000 റിയാൽ വെക്കുന്നു, അല്ലെങ്കിൽ 10,00,000 റിയാൽ വെക്കുന്നു, അല്ലെങ്കിൽ 1 കോടി റിയാൽ വെക്കുന്നു. ഇത് തത്തുല്യമായ രീതിയിൽ മന്ത്ലി ആയിട്ടോ ഇയർലി ആയിട്ടോ വലിയൊരു സംഖ്യ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് വരും. ഈ പലിശ എന്ത് ചെയ്യില്ല, അറബികളിൽ ഇപ്പോഴും നല്ലൊരു ശതമാനം വാങ്ങാത്തവരുണ്ട്. ആ പലിശ വെച്ചുകൊണ്ട് അവർക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ മറ്റെങ്കിലും പ്രവൃത്തി ചെയ്യാനോ പറ്റും. അതിൽ ഇങ്ങനെ പോലും പറയപ്പെട്ടിട്ടുണ്ട്, അറബികളുടെ ഇൻട്രസ്റ്റ് കൊണ്ട്, പലിശ കൊണ്ടാണ് ഇസ്രായേൽ സമ്പന്നമായത് എന്നും ഇസ്രായേൽ ആയുധങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പണം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം അമേരിക്കയുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് നല്ലൊരു ശതമാനം ആളുകൾ പലിശ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ പലിശ എങ്ങോട്ട് പോകുന്നുണ്ട്, എന്താ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാറുമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. അമേരിക്ക ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് മറ്റുള്ള രീതിയിലേക്കൊക്കെ അതിനെ റൂട്ട് മാറ്റി ചെലവഴിക്കും. ഇനി ഇസ്രായേലിൻ്റെ അകത്തുള്ള ബാങ്കിൽ, ഇസ്രായേൽ ഫെഡറൽ ബാങ്ക് സംവിധാനത്തിലൊക്കെ വൻതോതിൽ ഡെപ്പോസിറ്റ് നടത്തുന്ന അറേബ്യൻ പൗരന്മാരും വ്യവസായികളും സമ്പന്നന്മാരുണ്ട്. അവിടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യതയില്ല. എല്ലാവരും അല്ല, കൂടുതൽ ആളുകളും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംവിധാന കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കണം. ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്താത്ത രീതിയിൽ ഇനി മറ്റ് അതർ രാജ്യത്ത് കൊണ്ടുപോയിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങൾ മാറി നിൽക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫലസ്തീൻ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തണം. ഇതുവരെ ഉയർന്ന പോലെ, ഇതുവരെ സംസാരിച്ച പോലെയല്ല. ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒക്കെ നടത്തിയതായിരിക്കുന്ന വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവണം. അതിന്
ഇറാൻ്റെ പിന്നിൽ അണിനിരക്കുന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇറാൻ്റെ നയങ്ങളോടോ നിലപാടുകളോടോ അറേബ്യൻ രാജ്യങ്ങൾക്ക് സമീപനങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നുമില്ല. അവർ പല ഘട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇറാനെ സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുമേഖലയുണ്ട്, പൊതുവേദിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം. അതിന് അവരോട് സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ പിന്നെ ആരാണ് ഇതിന് ഇത്രയും വലിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ നേതൃത്വം വഹിക്കാൻ മറ്റൊരു രാജ്യമില്ല എന്ന് മനസ്സിലാക്കണം. ഷിയ രാജ്യമാണ്, അതുകൊണ്ട് വിരോധമില്ല. സുന്നി രാജ്യങ്ങൾ അതിന് നിൽക്കുന്നില്ലല്ലോ. 57-60 സുന്നി രാജ്യങ്ങൾ ഉണ്ടായിട്ട് എല്ലാം മൗനം പാലിക്കുന്ന സമയത്ത് ഒരു ഷിയ രാജ്യം എന്തിനും തയ്യാറായി മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് അവരാണല്ലോ യഥാർത്ഥത്തിൽ ഈമാനുള്ളവർ. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഭാഗമാണ്. അതിനുവേണ്ടി സുന്നി വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഷിയ വിഭാഗമാണ് തയ്യാറാകുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഈമാനുള്ളത് ഷിയാക്കൾക്കാണല്ലോ. ആശയപരമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം സുന്നികളും ഷിയാക്കളും തമ്മിൽ. എന്നാൽ അടിസ്ഥാനപരമായ രീതി അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുക കടമയാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. പറഞ്ഞ വിഷയത്തിൽ പ്രാധാന്യമായിട്ടുള്ളത് ഫലസ്തീൻ്റെ ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ്റെ മോചനം കൊണ്ടേ സാധിക്കൂ, അഥവാ വെസ്റ്റ് ബാങ്കിൻ്റെ മോചനം കൊണ്ടേ സാധിക്കൂ. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായ രീതിയിൽ മോചിക്കപ്പെടണം. മാത്രവുമല്ല 1948 കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അങ്ങനെ കരാർ വ്യവസ്ഥ ഇതുവരെ ഇസ്രായേൽ പാലിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയമുണ്ട്. അതൊരിക്കലും സമാധാനമായ രീതിയിൽ ഒരു മേശയ്ക്ക് ചുറ്റുഭാഗം ഇരുന്നു കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇസ്രായേലാണ്, ഒരു ഭാഗത്ത് അമേരിക്കയാണ്. ഒരിക്കലും സാധ്യമാവില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ അവരെന്ത് ചെയ്തിട്ടില്ല? കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ല, അതൊട്ട് പാലിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ അതിജീവനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ എന്നതിനാൽ ഇപ്പോഴത്തെ നിലപാടുകളും രീതികളും നോക്കുന്ന സമയത്ത് ഇറാനല്ലാത്ത മറ്റൊരു രാജ്യവും മുന്നോട്ട് വരികയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഇറാൻ ഈ വിഷയമായി പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണ നൽകണം എന്നുള്ള അഭിപ്രായം അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.